അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ലാ വഅല ആലിഹി വസുഹാബി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു 10,000 രൂപയാണെന്ന് വയ്ക്കുക. ആ 10,000 രൂപയുടെ മൂല്യം, വില എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? ഒരു പക്ഷേ അത് നിങ്ങളുടെ കുട്ടിക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ അസുഖമായി ആ 10,000 രൂപ കൊണ്ട് ചികിത്സിച്ച് അവരുടെ ജീവിതം തിരിച്ചു കിട്ടിയെങ്കിൽ ഒരു ജീവൻ്റെ വിലയാണ് ആ 10,000 രൂപക്ക്. ആ 10,000 രൂപക്ക് നിങ്ങളൊരു ആഡംബര വസ്തു, ഒരു ഷൂ വാങ്ങി എങ്കിൽ എന്താണ്, ഒരു ഷൂവിൻ്റെ വിലയാണ്, കാലിലിടുന്നൊരു ചെരുപ്പിൻ്റെ വിലയാണ് ആ 10,000ത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ. നമ്മൾ ആ 10,000 രൂപ നമ്മളൊരു ആവശ്യമായൊരു പള്ളിക്ക് അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് നമ്മൾ സംഭാവനയായി കൊടുത്തു എങ്കിൽ അതിൻ്റെ വില എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം പരലോകത്ത് ഇരട്ടിക്കിരട്ടിയായി നമുക്ക് പ്രതിഫലമായി ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണത്. അപ്പോൾ സത്യത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ പണം നമ്മളങ്ങനെ കിടക്കണം. എന്തിനാണ് നമ്മൾ കിടക്കണത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് ഇനി ആവശ്യം വരും. അപ്പോൾ എന്താ ആവശ്യമുള്ളത്? എനിക്ക് മരിക്കാൻ സമയത്ത് വലിയൊരു അസുഖം വരും, അപ്പോൾ ആരും പൈസ ചിലവാക്കിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പണം അവിടെ എടുത്തു വെക്കണം. ഒന്നാ പണത്തിൻ്റെ മൂല്യം അങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പണത്തിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്കത് പിന്നീട് ഇപ്പോൾ ഇന്ന് ഒരു 3,000 രൂപ സെൻറ്റിനുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് 3,000 രൂപയാണ് സ്വർണത്തിൻ്റെ വില. മനസ്സിലായി? അന്നൊരു 3,000 റുപ്യക്കൊരു സെൻറ്റ്. ഇന്ന് 1,00,000 രൂപയാണ് സ്വർണത്തിൻ്റെ വില. ഇന്ന് 1,00,000 രൂപ ഒരു സാധാരണ ഒരു ചെറിയ സ്ഥലം നമ്മൾ വാങ്ങണമെങ്കിൽ ഒരു സെൻറ്റിന് നമ്മൾ കൊടുക്കണം. ഈ മൂല്യം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ സമ്പത്തിൽ സംഭവിക്കും. അതുകൊണ്ട് നമ്മുടെ പണം എന്തിന് ചിലവഴിക്കണം, ഒരു മൂല്യവത്തായ സംഗതികൾക്ക് ചിലവഴിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. ലോകത്ത് തന്നെ ഒരു പക്ഷേ ഒരു 70, 72, 73 നിൽക്കാവുന്ന ഒരു വലിയ സമ്പന്നൻ. അപ്പോൾ അയാൾ വളരെ സർപ്രൈസ് ആയിട്ടുള്ള കുറേ സേവനങ്ങൾ ചെയ്യും. അത് അയാളുടെ ഒരു ഇതാണ്. അയാൾക്ക് പണം ഉള്ളതുകൊണ്ട് അയാൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് അയാൾ എന്ത് ചെയ്യും. അങ്ങനെ അയാൾ ചെയ്യുന്നത് അത്ഭുതപ്പെടുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഒരു സ്ത്രീ, ഏതോ ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിലൊരു ലേഡി, അവർ വയസ്സായ സ്ത്രീയാണ്. അപ്പോൾ അവരെന്ത് വെച്ചാൽ 1 രൂപയ്ക്ക് ഇഡ്ഡലി കൊടുക്കും. അപ്പോൾ വിശക്കുന്ന ആൾക്കാരൊന്നും തിന്നോട്ടെ, കുറേ കഷ്ടപ്പാടാണ്. പക്ഷെ 1 രൂപയ്ക്ക് ഇഡ്ഡലി കൊടുക്കും. എത്രയോ ആളുകൾ വന്നത് കഴിച്ചു പോകും. അത് അവർ ഈ വിറകൊക്കെ കത്തിച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇയാളിത് അറിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു വെച്ചാൽ അവരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് നല്ല സ്റ്റൗവൊക്കെ വാങ്ങിക്കൊടുത്ത് അത് വിപുലീകരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ലൊരു വീടൊക്കെ ഏർപ്പെടുത്തി കൊടുത്ത് വാങ്ങുന്ന സംവിധാനങ്ങൾ ചെയ്തു. അപ്പോൾ ഒരു വലിയ സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം അത് എത്ര ചെറിയൊരു കാര്യമാണ്. പക്ഷേ ആ നന്മ സത്യത്തിൽ അയാൾ ഏറ്റവും ഉന്നതമായ കോടികൾ വിലയിൽ വാഹനത്തിലോ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഫേമസ് ആയിട്ടൊരു കമ്പനിയൊക്കെ സ്ഥാപിച്ചപ്പോൾ അയാൾക്ക് കിട്ടാത്ത അംഗീകാരവും സമ്മതവും ജനമനസ്സുകളിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഇതുപോലുള്ള എന്തെങ്കിലും നല്ല നന്മകൾ, ആളുകളുടെ ജീവിതത്തിന് ഗുണം ലഭിക്കുന്ന, അവരെ നമുക്ക് മോചിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നന്മകൾ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നമ്മളെ പണം നമ്മൾ ഉപയോഗിച്ചെങ്കിലേ നമ്മളെ സംബന്ധിച്ച് നമുക്കതൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു അക്കൗണ്ടായിട്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു അക്കൗണ്ടായിട്ട് പരലോകത്ത് നമുക്കൊരു സമ്പാദ്യം ഉണ്ടാവണം എന്നാണ്. ഈ മരിക്കാൻ സമയത്ത് രോഗം വരുമ്പോൾ ചികിത്സിക്കാനാണ് എടുത്തേക്കണ പണം ഉണ്ടല്ലോ, ഞാനത് പ്രത്യേകം പറയാൻ കാരണം അതിനിപ്പോൾ ലക്ഷങ്ങൾ വേണം. ഒരാൾക്ക് അസുഖം വരികയാണ്, ഒരു ICUയിൽ 3 ദിവസം കിടന്നാൽ ചിലപ്പോൾ 10 ലക്ഷം റുപ്യ കൊടുക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് പോകണം എന്ന് പറഞ്ഞപ്പോൾ എന്താ ഉണ്ടാവുക? നമുക്ക് സ്വത്തില്ല സുഹൃത്തുക്കളെ, അത് വിറ്റ ആൾക്കാർ കൊടുത്തോളും. നമ്മുടെ പേരിൽ കടമുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരാണ് വീട്ടേണ്ട ബാധ്യത. അത് കഴിഞ്ഞിട്ട് എടുത്താൽ മതി അനന്തരാവകാശികളൊക്കെ. നമ്മളതിനിങ്ങനെ ഒരു കൂട്ടി വെക്കണം, നമുക്ക് എന്തെങ്കിലും പുണ്യം കിട്ടണം. ഇനി ഇത് ഒരുമിച്ച് കൂട്ടത്തിന് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അസുഖം വന്നാൽ ഇപ്പോൾ നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല. പാസ്വേഡ് നമുക്കേ അറിയണ്ടാവുള്ളൂ, ഒപ്പ് നമ്മളിടേണ്ടി ചെക്കിൽ. പിന്നെ അത് അനന്തരാവകാശികൾക്ക് തന്നെയാണ് പോവുക. ചികിത്സിക്കാൻ പോലും ആ പണം ഉപയോഗപ്പെടുത്താൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, നമുക്ക് വേണ്ടി ശേഖരിച്ച് വെക്കുക. അപ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് കണ്ടുപിടിച്ച് നമ്മുടെ പണത്തിൽ നിന്ന് ഒരു വിഹിതം, അതെത്ര ചെറുതാണെങ്കിലും മാറ്റി വെക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാകണം. എപ്പോഴും നമ്മൾ
ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സമാധാനത്തോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് ആത്മാർത്ഥമായ നിക്ഷേപങ്ങൾ വേണം. സദക്ക എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, സിദുക്കാണല്ലോ. സിദുക്കാണ് നമ്മളുടെ ഉള്ളിൽ ഈമാനുണ്ട് എന്ന് സ്ഥിരീകരിക്കാനുള്ള മാർഗ്ഗമാണ് സ്വതക്ക. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഉദ്ദേശശുദ്ധിയോടെ ഇഖ്ലാസോടുകൂടെ നമ്മുടെ പണത്തിന് മൂല്യമുണ്ടാക്കാൻ, ആ പണം നമ്മൾ നല്ല കാര്യങ്ങൾ ചിലവഴിച്ച് നാളെ പരലോകത്തേക്ക് സമ്പാദ്യം വെക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മളൊന്ന് സ്വീകരിക്കുമാറാവട്ടെ.